ഇത് ടീന കെറന്റെ ഭാഗം 2 വീഡിയോ. ഇതുവരെയും ഭാഗം 1 കാണാത്തവരാണെങ്കിൽ ആദ്യം അത് കാണുക, തുടർന്ന് ഈ വീഡിയോ കാണുക. അപ്പോൾ മാത്രമേ എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഓജോ ബോർഡ് ഉപയോഗിച്ച് അവരുടെ അമ്മയോട് സംസാരിച്ചതിന് ശേഷം അവരുടെ വീട്ടിൽ ഒരുപാട് നിഗൂഢമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ടീനയും കാരനും തനിച്ചായിരിക്കുമ്പോൾ ബേസ്മെന്റിൽ നിന്ന് വീണ്ടും അതേ മുട്ടൽ ശബ്ദം കേട്ടു. അതിനാൽ ഇത്തവണ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല എന്ന് കരുതി ഒരു ടോർച്ച് ലൈറ്റ് എടുത്ത് ബേസ്മെന്റിലേക്ക് നടന്നു. ആ ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്നറിയാനായി അവിടെ മുഴുവനും തിരയാൻ തുടങ്ങി. എന്നാൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു ആ ബേസ്മെന്റിൽ കണ്ടത്. അതെ, ആ ബേസ്മെന്റിന്റെ ചുമരിൽ രക്തം കൊണ്ട് ഒരു വാചകം എഴുതിയിരുന്നു: ഐ ആം ഇൻ യുവർ റൂം, കം ആൻഡ് ഫൈൻഡ് മീ. ഞാൻ നിങ്ങളുടെ മുറിയിലാണ്, വന്ന് എന്നെ കണ്ടെത്തൂ. ഇത് കണ്ടതും അവർ ആ ഞെട്ടലിൽ ഒരു സെക്കൻഡ് അങ്ങനെ മരവിച്ചു നിന്നുപോയി. പക്ഷേ കുറച്ച് സെക്കൻഡിൽ ഇരുവരും ഞെട്ടിൽ നിന്നും കരകയറി ഭയന്ന് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന് അവിടെ എന്താണ് സംഭവിക്കുന്നത്? അമ്മയെ നഷ്ടപ്പെട്ട ആ കുഞ്ഞുങ്ങൾ ഓജോ ബോർഡ് വഴി അമ്മയോട് സംസാരിക്കണം എന്ന് ശ്രമിച്ചതുകൊണ്ട് മറ്റെന്തെങ്കിലും അവിടെ വന്നോ? അല്ലെങ്കിൽ മരിച്ചുപോയ അവരുടെ അമ്മയുടെ ആത്മാവാണോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? ഇനി ഒരു പക്ഷേ ഇതിനും ആ പെൺകുട്ടികളുടെ അച്ഛനും എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ അച്ഛൻ ഫ്രാങ്ക് ചിന്തിച്ചതുപോലെ ഇതെല്ലാം ആ പെൺകുട്ടികളുടെ ഒരു ഹാലൂസിനേഷൻ മാത്രമായിരിക്കുമോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. എന്നാൽ ഇവയ്ക്കെല്ലാം പുറകിലെ കാരണം അറിയുമ്പോൾ സത്യം എപ്പോഴും കെട്ടുകഥകളേക്കാൾ വിചിത്രമായിരിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണവും നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ പേടിച്ച് ഓടിയെത്തിയ ടീനയും കാരനും അയൽക്കാരുടെ വീട്ടിലെത്തി സഹായം ചോദിച്ചു. സാഹചര്യം മനസ്സിലാക്കിയ അയൽക്കാർ ഉടൻ തന്നെ ഫ്രാങ്കിനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഫ്രാങ്ക് വീട്ടിൽ വന്നു. മക്കൾ പറഞ്ഞതുപോലെ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അയാൾ ഒറ്റയ്ക്ക് ആ ബേസ്മെന്റിലേക്ക് പോയി. അങ്ങനെ ബേസ്മെന്റിനുള്ളിലേക്ക് കയറിയപ്പോൾ മക്കൾക്കുണ്ടായ അതേ ഞെട്ടൽ അയാൾക്കും ഉണ്ടായി. മുറിയിലേക്ക് കയറിയ ഫ്രാങ്ക് അവിടെ ചുമരിൽ രക്തത്തിൽ എഴുതിയിരുന്ന ആ വാക്കുകൾ കണ്ട് ഒരു മിനിറ്റ് അങ്ങ് ഞെട്ടിപ്പോയി. അപ്പോഴാണ് ആ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അയാൾ മനസ്സിലാക്കിയത്. കൂടാതെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം താനും ഉത്തരവാദിയാണ് എന്ന് അയാൾക്ക് തന്നെ തോന്നി തുടങ്ങി. അതെന്താ അങ്ങനെ? അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദമെല്ലാം ഉണ്ടാക്കിയതും ഈ ചുമരിൽ എഴുതിയതുമെല്ലാം ഫ്രാങ്ക് ആണോ? ഇയാളാണോ ഇതെല്ലാം ചെയ്തത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അങ്ങനെയൊന്നും തന്നെയല്ല. ടീനയും കാരനും ഫ്രാങ്കിനോട് പറഞ്ഞതെല്ലാം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അവർ തന്നെ സങ്കല്പിച്ചെടുക്കുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഈ ഹാലൂസിനേഷനെല്ലാം മക്കൾക്ക് വരാൻ താനാണ് കാരണമെന്ന് സ്വയം പഴിച്ചുമത്താൻ തുടങ്ങി. അതായത് തൻ്റെ ഭാര്യ മരിച്ചുപോയതിനു ശേഷം തൻ്റെ മക്കളോടൊപ്പം താൻ സമയം ചിലവഴിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവർക്ക് സംഭവിക്കില്ലായിരുന്നുവെന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. കൂടാതെ തൻ്റെ ശ്രദ്ധ അവരിലേക്ക് തിരിപ്പിക്കാൻ വേണ്ടിയാണ് സ്വന്തം മക്കൾ തന്നെ ഇങ്ങനെയെല്ലാം ചുമരിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നതിനും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതായത് ആ ചുമരിൽ എഴുതിയിരുന്നത് ചുവന്ന നിറത്തിലുള്ള രക്തം പോലെയായിരുന്നാലും അത് രക്തമായിരുന്നില്ല, വെറും പെയിന്റ് ആണ് എന്ന് ഫ്രാങ്ക് കണ്ടെത്തി. ഫ്രാങ്കിന് കണ്ടയുടൻ തന്നെ മനസ്സിലായി. അങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ചാണ് അയാൾ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ടാണ് താൻ ചെയ്ത തെറ്റ് തിരുത്തണം എന്ന പേരിൽ തൻ്റെ 2 പെൺമക്കളെയും ഒരു കൗൺസിലിംഗ് സെന്ററിൽ പ്രവേശിപ്പിച്ചു. അവിടെ മികച്ച സൈക്യാട്രിസ്റ്റ് വഴി അവർക്ക് ശരിയായ ചികിത്സ നൽകി. അതിന്റെ ഫലമായി 2 പെൺകുട്ടികൾക്കും അവർക്കുള്ളിലെ ഭയം മാറി. പഴയ രീതിയിലേക്ക് അവർ തിരികെ വരാൻ തുടങ്ങി. ഫ്രാങ്കായ അച്ഛനും ഇപ്പോൾ സ്വന്തം മക്കളുടെ കൂടെ ധാരാളം സമയം ചിലവഴിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 3 ആഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം എല്ലാവരും സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങി. അതുപോലെ ആ പെൺകുട്ടികൾക്ക് ഇപ്പോൾ മുമ്പത്തെ പോലെ ശബ്ദങ്ങളൊന്നും കേട്ടില്ല. അതിനാൽ അവരുടെ അച്ഛൻ പറഞ്ഞതുപോലെ സംഭവിച്ചതെല്ലാം അവരുടെ ഒരു ഹാലൂസിനേഷൻ മാത്രമാണ് എന്ന് ടീനയും കാരനും മനസ്സിലാക്കാൻ തുടങ്ങി. പക്ഷേ അവർ ആ ഒരു കാര്യം മാത്രം അംഗീകരിക്കാൻ തയ്യാറായില്ല. അതെ, ശബ്ദം ഒരു പക്ഷേ ഹാലൂസിനേഷൻ ആയിരിക്കാം. പക്ഷേ ആ ബേസ്മെന്റിന്റെ ചുമരിൽ ആ ഒരു വാർണിംഗ് നോട്ട് എഴുതിയിരുന്നത് ആരാണ്? ആ ചോദ്യമായിരുന്നു അവർക്ക് വലിയ കുഴപ്പമായി മനസ്സിൽ തങ്ങി നിന്നത്.
പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ അവർക്ക് ഒരുപാട് ദിവസമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. ആ ദിവസം എത്തി. 1986 ഡിസംബർ മാസം 8 ഫ്രാങ്ക് തൻ്റെ പെൺമക്കളെ ഒരു കാർണിവൽ എക്സ്പോയിലേക്ക് കൊണ്ടുപോയി. എല്ലാ രസകരമായ റൈഡുകളിലും അവരെ കൊണ്ടുപോയി. അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് തൻ്റെ 2 പെൺമക്കളെയും സന്തോഷിപ്പിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആ ദിവസം ചിലവഴിച്ച് രാത്രി ഏറെ വൈകി വീട്ടിലെത്തി. അവിടെയായിരുന്നു അവർ 3 പേരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സംഭവം ഉണ്ടായത്. ഇത്രയും ദിവസം അയാളുടെ പെൺമക്കൾ പറഞ്ഞതുപോലെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നതും ചില സാധനങ്ങൾ തെറിച്ചു കിടക്കുന്നതുമൊക്കെ കാണുന്നു. ഇത് കണ്ടതും ടീനയും കാരനും ചിന്തിച്ചത്, ഒരു പക്ഷേ ആ ദുരാത്മാവ് വീണ്ടും തിരികെ വീട്ടിലേക്ക് വന്നോ? അങ്ങനെ അവർ ഭയപ്പെടാൻ തുടങ്ങി. പക്ഷെ ഇത്തവണയും ഫ്രാങ്ക് വളരെ വ്യക്തമായി ചിന്തിച്ചു. വീട് കൊള്ളയടിക്കാൻ വന്ന ആരോ ആണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു. മാത്രമല്ല, അങ്ങനെ മോഷ്ടിക്കാൻ വന്നവർ ആരെങ്കിലും വീടിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടാകും എന്നും അയാൾ കരുതി. ഉടനെ വീട്ടിലെ എല്ലാ മുറികളിലും തിരയാൻ തുടങ്ങി. മക്കളായ 2 പെൺമക്കളും അയാൾക്ക് പുറകെ പോകാൻ തുടങ്ങി. അപ്പോഴാണ് ടീനയുടെ മുറിയിലുണ്ടായിരുന്ന അവരുടെ കുടുംബ ഫോട്ടോയിൽ മുമ്പത്തെ പോലെ രക്തത്തിൽ "ഐ ആം ഗോയിങ് ടു കിൽ യു ഓൾ" എന്നെഴുതിയിരിക്കുന്നത് കണ്ട് അവരെല്ലാവരും ഞെട്ടിപ്പോയി. അതേസമയം അതിനടുത്തുള്ള മറ്റൊരു മുറിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. ഉടൻ തന്നെ ഫ്രാങ്ക് ആ മുറിയിലേക്ക് ചെന്നു. ആരെങ്കിലും ഉണ്ടോ എന്ന് തിരയാൻ തുടങ്ങി. മാത്രമല്ല, അവർ വീട്ടിൽ നിന്നും പോകുമ്പോൾ ഓഫ് ചെയ്തിട്ട് പോയ ലൈറ്റ് എല്ലാം ഓണായി കിടക്കുന്നുണ്ട്. ആ ലൈറ്റെല്ലാം മിന്നി മിന്നി കത്തുന്നുണ്ട്. കൂടാതെ ആ മുറിക്കുള്ളിലെ അലമാര അത് തുറന്ന് കാറ്റിൽ അടയുന്നതും തുറക്കുന്നതും കണ്ടു. അങ്ങനെ ആ വാതിൽ അടയ്ക്കാനായി അദ്ദേഹം അലമാരയുടെ അടുത്തേക്ക് പോയി. എന്നാൽ ആ സമയം പതുക്കെ അലമാരയുടെ വാതിൽ തനിയെ തുറക്കാൻ തുടങ്ങി. മാത്രമല്ല, അതിനുള്ളിൽ എന്തോ ഒന്ന് നീങ്ങുന്നതായും അയാൾക്ക് തോന്നി. അതേസമയം തൻ്റെ ഭാര്യ അലമാരയ്ക്കുള്ളിൽ നിന്നും ജീവനോടുകൂടി പുറത്തേക്ക് വരുന്നത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. പക്ഷെ ഭാര്യയുടെ മുഖത്ത് എന്തോ ഒരു വ്യത്യാസമുള്ളതായി തോന്നി. ഇപ്പോൾ അയാൾ വളരെ അടുത്തേക്ക് ചെന്ന് സൂക്ഷിച്ചു നോക്കി. അത് തൻ്റെ ഭാര്യയുടെ വസ്ത്രം ധരിച്ച മറ്റൊരാളായിരുന്നു. അതൊരു പുരുഷനാണെന്ന് മനസ്സിലായി. മുറിക്ക് പുറത്തു നിന്നിരുന്ന 2 പെൺകുട്ടികളും ഇത് കണ്ട് 2 പെൺകുട്ടികളും ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. കൂടാതെ ആ രൂപം ടീനയുടെയും കാരൻ്റെയും അടുത്തേക്ക് നീങ്ങി വരുന്നുണ്ടായിരുന്നു. ഭയന്നുപോയ അവർ ഉടൻ തന്നെ മറ്റൊരു മുറിയിലേക്ക് ഓടി. അവരുടെ അച്ഛൻ ഫ്രാങ്കും അവർക്ക് പുറകിലൂടെ ഓടി. അവർ ആ മുറിക്കുള്ളിലേക്ക് കയറി അകത്തു നിന്നും വാതിൽ പൂട്ടി. ഉടനെ അവിടെ മുഴുവനും ഒരു നിശബ്ദത. പക്ഷെ പെട്ടെന്ന് പുറത്തുനിന്ന് ആ വാതിൽ തകർക്കുന്നത് പോലുള്ള ശബ്ദം കേട്ടു. അകത്തുണ്ടായിരുന്ന ആ 3 പേരും ഭയത്തിന്റെ കൊടുമുടിയിലേക്ക് തന്നെ പോയി. ഇതിൽ ടീന എന്ത് ചെയ്യണമെന്നറിയാതെ, അവളെക്കുറിച്ച് ഒന്നും തന്നെ ചിന്തിക്കാതെ ആ മുറിയിലെ ജനാല വഴി അവൾ പുറത്തേക്ക് ചാടി. അതിൽ അവൾക്ക് ഒരുപാട് പരിക്കും സംഭവിച്ചു. മുഖത്ത് നിന്ന് രക്തമൊഴുകുന്നുണ്ട്. എങ്കിലും അവൾ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അയൽക്കാരുടെ വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി. ടീനയെ കണ്ട അയൽക്കാരും സാഹചര്യം മനസ്സിലാക്കി ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. കുറച്ച് മിനിറ്റിനുള്ളിൽ പോലീസ് അവിടെ എത്തി. അവർ വീടിനുള്ളിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ഫ്രാങ്കിനെയും കാരനെയും രക്ഷപ്പെടുത്തി. ഇപ്പോൾ ടീനയ്ക്ക് ചികിത്സ കൊടുക്കുന്ന അതേ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഫ്രാങ്ക് താൻ കണ്ട കാര്യത്തെക്കുറിച്ച് അവരോട് പറഞ്ഞത്. അതേസമയം ടീന കാരനെ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ തുടക്കം മുതൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവർ പറയാൻ തുടങ്ങി. ഈയൊരു സ്റ്റേറ്റ്മെന്റ് പോലീസിന് വളരെ വിചിത്രമായി തോന്നിയാലും ഇത് കേട്ട ഉടനെ അവർ ആ വീട് മുഴുവനും തിരയാൻ തുടങ്ങി. ഒടുവിൽ അവർ ബേസ്മെന്റിലേക്ക് പോയി തിരഞ്ഞു. അപ്പോഴാണ് ആ ബേസ്മെന്റ് മുറിക്ക് ഏറ്റവും അറ്റത്തുള്ള ഒരു കോണിൽ ഒരു ചെറിയ ദ്വാരം അവർ ശ്രദ്ധിച്ചു. അതൊരു ഇടുങ്ങിയ വഴിയായതിനാൽ പോലീസ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തിനുള്ളിൽ ഒരു ടോർച്ച് ഉപയോഗിച്ച് നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഫ്രാങ്ക്, ടീന, കാരൻ പറഞ്ഞതുപോലെ അവിടെ ഒരു രൂപം നിൽക്കുന്നത് അവർ കണ്ട് ഞെട്ടി. അടുത്ത കുറച്ച് മിനിറ്റിൽ അവർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ അവിടെ ഒരു ചെറിയ മാറ്റമുണ്ടായിരുന്നു. സത്യം പുറത്തു വന്നപ്പോൾ ഫ്രാങ്ക്, ടീന, കാരൻ എല്ലാവരും ഞെട്ടിപ്പോയി. അമേരിക്കയിലെ ടൗൺസെറ്റ് സിറ്റിയിൽ 1970 മെയ് മാസം 15-നാണ് ഡാനിയൽ ലെപ്ലാൻഡ് ജനിച്ചത്. നമ്മുടെ ചാനലിലെ 90% കേസിലും കാണുന്നത് പോലെയാണ് ഈ ഒരു കേസിലും ഡാനിയലിന്റെ കുട്ടിക്കാലം ഒരു സാധാരണ രീതിയിലായിരുന്നില്ല. ഡാനിയൽ തൻ്റെ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ എപ്പോഴും വഴക്കിടുന്നത് കണ്ടു വളർന്നു. സ്കൂളിലെ സുഹൃത്തുക്കളോട് സംസാരിക്കാതെ അവൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ഈയൊരു പെരുമാറ്റം കാരണം അവൻ്റെ എല്ലാ സഹപാഠികളും അവനെ അടിക്കാൻ തുടങ്ങി. ഒരു പരിധിയുമില്ലാതെ അവനെ അപമാനിച്ചു. അങ്ങനെ ഒരു ദിവസം
ഈ കാര്യങ്ങളെല്ലാം മാതാപിതാക്കളോട് പറഞ്ഞ് ഇത് പരിഹരിക്കണം എന്ന് ചിന്തിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴായിരുന്നു അവന് വേണ്ടി മറ്റൊരു പുതിയ പ്രശ്നം അവിടെ കാത്തിരുന്നു. അതവൻ്റെ മാതാപിതാക്കൾ വിവാഹമോചനം നേടണം എന്ന തീരുമാനത്തിലെത്തി. ഇക്കാരണത്താൽ അവൻ കുറച്ചു ദിവസം അമ്മയോടൊപ്പവും കുറച്ചു ദിവസം അച്ഛനോടൊപ്പവും താമസിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു താൽക്കാലിക ജീവിതം അവൻ നയിക്കുകയായിരുന്നു. അങ്ങനെ അവൻ അച്ഛനോടൊപ്പം താമസിക്കുന്ന സമയത്ത് ഡാനിയലിൻ്റെ അച്ഛൻ തന്നെ അവനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ഇത് അവൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ മുറിവ് തന്നെ സൃഷ്ടിച്ചു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. പെട്ടെന്ന് ഒരു ദിവസം അവൻ തൻ്റെ സ്കൂളിൽ വെച്ച് ടീനയെ കണ്ടു. ആദ്യമായി വാടിയ പൂവായി കൊഴിയാറായിരുന്ന അവൻ്റെ ജീവിതത്തിൽ തേൻ കുടിക്കാനായി ഒരു ചിത്രശലഭം വന്നു. ഡാനിയൽ തൻ്റെ ആദ്യ പ്രണയത്തിൽ വീണു. അവൻ എങ്ങനെയോ ടീനയുടെ ലാൻഡ് ലൈൻ നമ്പർ കണ്ടെത്തി അവളോട് ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. ഒടുവിൽ ഒരു ദിവസം അവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ കുട്ടിക്കാലം മുതൽ സ്നേഹവും വാത്സല്യവും എന്താണെന്ന് അറിയാത്ത ഡാനിയൽ ടീനയോട് വളരെ വലിയ രീതിയിൽ സംസാരിച്ചു. അതും എന്തൊക്കെയോ സ്ട്രിക്റ്റായ രീതിയിൽ നിയമങ്ങളോടുകൂടിയൊക്കെ സംസാരിച്ചു. ഇതിനിടയിൽ എങ്ങനെയോ ടീന തൻ്റെ അമ്മയുടെ മരണത്തെക്കുറിച്ചും അവനോട് പറഞ്ഞു. അവൻ അതിനെക്കുറിച്ച് തുടർച്ചയായി ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അത് ടീനയ്ക്ക് അവനോട് ഒരു വെറുപ്പ് സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ കുറച്ച് മിനിറ്റിനുള്ളിൽ അവൾ അവനോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും പോയി. ടീന പോയതിനു ശേഷം അവന് വലിയ സങ്കടം തോന്നി. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്തോറും അവൻ അവളെ വെറുക്കാൻ തുടങ്ങി. ഈ സമയത്ത് തൻ്റെ ദേഷ്യം മാറ്റാനായി ഡാനിയൽ അവളെ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു. ആരുമില്ലാത്തപ്പോൾ അവളുടെ വീടിനുള്ളിൽ അവൻ കയറിക്കൂടി. അങ്ങനെ കയറിയ അവൻ റെനോവേഷൻ സമയത്തുണ്ടായിരുന്ന ബേസ്മെന്റിലെ ഒരു ദ്വാരം വഴി അവൻ അവിടെ ഒളിച്ചിരിക്കാൻ തുടങ്ങി. മാത്രമല്ല, ആ രണ്ട് പെൺകുട്ടികളുടെ മോശം സമയമാണോ എന്നറിയില്ല, അന്നത്തെ ദിവസം അവർ അവരുടെ അമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചു. അതേ ബേസ്മെന്റിൽ വന്ന് നമ്മൾ ഒന്നാം ഭാഗത്തിൽ കണ്ടതുപോലെ ഓജോ ബോർഡ് ഉപയോഗിച്ച് കളിക്കാൻ തുടങ്ങി. ഇത് അതേ ബേസ്മെന്റിൽ അവർക്ക് പുറകിൽ ഒളിഞ്ഞിരുന്ന ഡാനിയൽ മുതലെടുക്കാൻ തുടങ്ങി. അതെ, ടീന, കാരൻ ഇവർക്ക് കേട്ട ആ ഒരു ശബ്ദം, ഈ മുട്ടുന്ന ശബ്ദം, അമ്മയുടെ വസ്ത്രം മോഷ്ടിക്കുന്നത്, രാത്രിയിൽ ചിരിക്കുന്നതും കരയുന്നതും, വീടിനുള്ളിൽ നടക്കുന്ന ശബ്ദം, ഇവയൊന്നും അവർ വിചാരിച്ചതുപോലെ പ്രേതമോ ഭൂതമോ ആയിരുന്നില്ല. ഇവയെല്ലാം ചെയ്തത് ഡാനിയലായിരുന്നു. മാത്രമല്ല, താൻ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ആ പെൺകുട്ടികൾ ഭയത്തോടു കൂടി വിറയ്ക്കുന്നത് കാണാൻ അവൻ അത്രത്തോളം സന്തോഷമായിരുന്നു എന്ന് അവൻ്റെ കുറ്റസമ്മതത്തിൽ അവൻ പറഞ്ഞു. എന്നാൽ അതോടുകൂടിയൊന്നും അവൻ അവസാനിപ്പിച്ചില്ല. വീട്ടിൽ അതിക്രമിച്ചു കയറി അവരെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് ഡാനിയലിനെ അറസ്റ്റ് ചെയ്തു. ശരിയായ വൈദ്യസഹായത്തോടു കൂടി അവനെ ജുവനൈൽ ജയിലിൽ അടച്ചു. ഏകദേശം 10 മാസത്തെ തടവിന് ശേഷം അവൻ പരോളിൽ പുറത്തിറങ്ങി. അങ്ങനെ വന്നപ്പോൾ വീണ്ടും ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോഴാണ് 1987 ഡിസംബർ 1 അവൻ്റെ വീടിനടുത്തുള്ള അയൽക്കാരിയുടെ വീടിനകത്തേക്ക് കയറി അവിടെ ഗർഭിണിയായിരുന്ന ഒരു സ്ത്രീ ആ ഒരു പരിഗണന പോലും നൽകാതെ അവളെ റേപ്പ് ചെയ്ത് വെടിവെച്ച് തന്നെ കൊന്നു. അതേ വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന അവരുടെ മക്കളായ അബിഗേൽ, വില്യം എന്ന 2 മക്കളെയും അതുപോലെ തന്നെ ക്രൂരമായി കൊന്നു. പിന്നീടുള്ള അന്വേഷണത്തിൽ അവൻ ആ ഒരു തോക്ക് മറ്റൊരു വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതായി കണ്ടെത്തി. ക്രൈംസിൽ നിന്ന് ലഭിച്ച തെളിവുകളെല്ലാം അവന് എതിരായിരുന്നു. അങ്ങനെ കോടതി അവന് ജീവപര്യന്തം തടവ് വിധിച്ചു. ഇന്നും അവൻ ആ ജയിലിൽ ജീവിതം ചിലവഴിക്കുകയാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു കേസിലും ബാഡ് പാരന്റിംഗ് ആയിരുന്നു ഒരു വലിയ പങ്ക് വഹിച്ചത്. അതിനാൽ ദയവ് ചെയ്ത് ദമ്പതികൾക്കിടയിൽ എന്ത് വഴക്ക് വന്നാലും നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ അത് കാണിക്കരുത്. കാരണം നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളാണ് ലോകം. അത് നല്ലതായാലും ചീത്തയായാലും അവർ നിങ്ങളിൽ നിന്നാണ് എല്ലാം തന്നെ പഠിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ഹൊററായി ആരംഭിച്ച ഈ ഒരു കേസ് ഇങ്ങനെ അവസാനിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.